ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബനാന കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഓവനുള്ളവർക്കും ഇല്ലാത്തവർക്കെല്ലാം സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള ബനാന കുക്കീസാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ സെയിം അളവിൽ തന്നെ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റർ വെച്ചിട്ടോ അല്ലെ വിസ്ക് വെച്ചിട്ടോ, ഇനി വിസ്ക് ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ ആ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പം ബട്ടറും പഞ്ചസാരയും കൂടി ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഈ പഞ്ചസാരയും അതുപോലെ ബട്ടറും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട എസൻസ് ആണ്. ബനാന കുക്കീസ് ആയതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂൺ ബനാന എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ ബനാന എസൻസ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അളവിലാണ്. അപ്പോൾ കപ്പളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ 200 ഗ്രാം മൈദയും അതിൻ്റെ പകുതിയാണ് ബാക്കി എടുക്കേണ്ടത്. 100 ഗ്രാം പഞ്ചസാരയും 100 ഗ്രാം ബട്ടറും പിന്നെ എസൻസും, ബനാന എസൻസും. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സായാൽ മാത്രമേ നമ്മൾ മൈദ ചേർത്ത് കഴിയുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മൈദയൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ഈ ഡോ വെച്ചിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ച് പരത്തരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കുക്കി കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഉരുട്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇവിടുത്തെ കുക്കി കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ സെക്ഷനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒരു വലിയ ഹാർട്ട് ഷേപ്പിലുള്ള കുക്കി കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ അത് മാറ്റിയിട്ട് ചെറിയത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബാക്കി വന്നിരിക്കുന്ന ഡോ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് പരത്തി കട്ട് ചെയ്ത് വയ്ക്കാം. ഈ ഒരു സെക്ഷൻ ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സെക്ഷനുള്ളത് അങ്ങ് പരത്തി റെഡിയാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ കുക്കീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20-25 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചൊക്കെ സമയത്തിന് മാറ്റം വരും. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. തണുത്ത് വരുമ്പോഴാണ് നല്ല കട്ടിയായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്നാക്സാണ്. നല്ല ബട്ടറൊക്കെ ചേർത്തിട്ട് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബനാന കുക്കീസാണ്. ബനാന ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.